ഹലോ, വെൽക്കം ടു അവർ ചാനൽ ധ്രുവി ധോനി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. ബാഗ് പാക്കിംഗ് നിങ്ങൾ കുറേ തരത്തിലുള്ളത് കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ 2 ദിവസത്തെ ഒരു ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ട്വിങ്സിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ കരുതുന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. കുട്ടികളുള്ള അമ്മമാർ ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചാലും നമുക്കൊരു തൃപ്തി വരത്തില്ലല്ലേ. ഡ്രസ്സായിക്കോട്ടെ, ഡയപ്പർ ആയിക്കോട്ടെ, അവർക്കുള്ള ഫുഡായിക്കോട്ടെ ഒക്കെ, ബേബീസിന് എന്തൊക്കെ വേണമെന്നൊക്കെ നമുക്കൊരു ടെൻഷനായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നും എഴുതി വെച്ചിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് നിങ്ങൾ കരുതുന്നിട്ടുള്ള വലിയ വലിയ സാധനങ്ങളൊന്നും എന്താ പറയുക, വലിയ ആർഭാടമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ഫാമിലി എങ്ങനെയാണോ സാധാരണ സാധനങ്ങൾ എടുത്ത് വയ്ക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കൈ കഴിക്കുന്ന കേട്ടോ. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് പോയേട്ടോ. സാധാരണ എപ്പോഴേ നിങ്ങൾ ചിന്തിക്കണം, വലിയ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സാധാരണ നമ്മളെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് പോയോ. അപ്പോൾ നമുക്ക് 2 ദിവസത്തേനുള്ള ബാഗ് പാക്കിംഗ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് തറയിലൊന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ല കേട്ടോ, അവർ തട്ടിമറിച്ച് കളയും. അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഫസ്റ്റ് വൺ വന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ 2 ദിവസത്തേന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഇത് ഓരോ സെറ്റായിട്ട് ഓരോ ഡ്രസ്സായിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ക്യാമറ ഫോക്കസ് ആവുന്നില്ല. ഡ്രസ്സായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് ഇത്രയും ക്ലോത്ത്സാണ് കേട്ടോ, അവർക്ക് ഇടാനുള്ള ഡ്രസ്സുകളാണ് ഇത്രയും ഇരിക്കുന്നത് 2 ദിവസത്തേന്. പിന്നെ ഇത് ടർക്കിയുടെ അടിയിൽ ഒരു മങ്കി ക്യാപ്പ് ഉണ്ട്. രാവിലെയാണ് പോകുന്നതെങ്കിൽ മങ്കി ക്യാപ്പ്. ഇത് എക്സ്ട്രാ 2-3 നിക്കറുകൾ എടുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് കോട്ടൺ ക്ലോത്ത്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തെങ്കിലും തുടയ്ക്കാനോ അങ്ങനെയൊക്കെ. പിന്നെ ഡയപ്പർ മുക്കി മിക്കിലെ. പിന്നെയെന്ന് വെച്ചാൽ ഇത് 2 കളിപ്പാട്ടമാണ് കേട്ടോ. ഇത് കൊടുത്താലേ അവർക്ക് കഴിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2 കളിപ്പാട്ടം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഹെയർ ബാൻഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഹെയർ ക്ലിപ്സാണ് കേട്ടോ. ഇത് ഹെയർ ക്ലിപ്സാണ്. അത് അവരുടെ ഡ്രസ്സിന് ചേരുന്നതാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ചുമ്മാ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് അത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അത്ര ഒരു സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പൗഡർ, ഇത് കരിയും സ്പോഞ്ചും എല്ലാം കൂടെ വരുന്ന സംഭവം. ഇത് അവരുടെ സോപ്പാണ് കേട്ടോ. സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതെന്തായിരുന്നു, ഇത് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇത് പനങ്കൽക്കണ്ട് പൊടിക്കാത്തതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് എങ്കിലേ പറ്റുമോ അതിന്. പിന്നെ വന്നിട്ട് 2 നിപ്പിളും കുപ്പി ഇരിപ്പുണ്ട്. അവിടെ പുറന്നു പോയി. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഈ മറ്റേ സ്പൂൺ ക്യാപ്പുള്ളത് 2 ഇരിപ്പുണ്ട് കേട്ടോ. ഇതുപോലെ 2 ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ
പിന്നെ ഒരു വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഒരു ഫ്ലാസ്ക് ഇരിപ്പുണ്ട്. ഇത് ഇത് പനങ്കൽക്കണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ ഇതാണ് എന്തുവാ കാപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഇത് 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന ഏത്തപ്പഴമാണ് ആ പൊടിയിൽ. പിന്നെ ഒരു അമൃതം പൊടി ഇരിപ്പുണ്ട്, ലാക്ടോജൻ. പിന്നെ ഇതെന്ന് വെച്ചാൽ എന്താ, ഇതിൻ്റെ ക്ലോത്ത്സൊക്കെ അഴുക്കാവുന്ന ക്ലോത്ത്സ് ഇതിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബാഗ് പാക്കിങ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. എല്ലാവരെയും കണക്ക് ഭയങ്കര അവർക്ക് രാവിലെ ഇട്ടുകൊണ്ട് പോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ ഒരു കരുതലാണ് കേട്ടോ. ഞാൻ കരുതി വെക്കുന്ന എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.